ഹായ് ഓൾ നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് എങ്ങനെയാണ് PSC എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ SCERT ടെക്സ്റ്റുകൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ മറ്റ് പുസ്തകങ്ങൾ ഉപയോഗിച്ചും റാങ്ക് ഫയൽ ഉപയോഗിച്ചുമൊക്കെ നോട്ട് പ്രിപ്പയർ ചെയ്ത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ള കാര്യം SCERT ടെക്സ്റ്റുകൾ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് കുറച്ച് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അതായത് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് സമഗ്ര ടെക്സ്റ്റ് ബുക്ക് എന്ന് അടിച്ചു കൊടുക്കുക. തന്നെ സമഗ്ര എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് വരും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് താഴെ ടെക്സ്റ്റ് ബുക്ക് എന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് കൊടുത്തിട്ട് നമ്മൾ അതിനകത്ത് ഏതൊക്കെ ക്ലാസ്സാണ് ഏതൊക്കെ ടെക്സ്റ്റാണ് വേണ്ടതെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എല്ലാ ടെക്സ്റ്റും മാറിയ പുതിയ ടെക്സ്റ്റുകളൊക്കെ നമുക്ക് അതിൽ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തിനി നമുക്ക് നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് പോകാം. എങ്ങനെയാണ് ഇതൊക്കെ വെച്ചിട്ട് നോട്ട് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണ്. അപ്പോൾ നമ്മുടെ PSC സിലബസ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം വരുന്നൊരു ടോപ്പിക്കാണ്, എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും, അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക്. ഈ ഒരു സിലബസിലെ ഈ ഒരു പോർഷൻ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു സിലബസിലുള്ള ഈ ഒരു പോർഷനിലുള്ള കാര്യങ്ങൾ SCERTയിൽ എവിടേക്കാണ് പരാമർശിക്കുന്നതെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ SCERT 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പുസ്തകത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ, വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഭൂമിയിലെ 7 വൻകരകളിൽ ഒന്നാണ് ഈ യൂറോപ്പ് എന്നും, അതുപോലെ യൂറോപ്യന്മാർ കച്ചവടത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് വന്നവരാണെന്നും, അതുപോലെ തന്നെ പോർച്ചുഗലിൽ നിന്നുള്ളവർ പോർച്ചുഗീസുകാരെന്ന് വിളിച്ചു, നെതർലൻഡുകാരെ ഡച്ചുകാരെന്ന് പറഞ്ഞു, അതുപോലെ ഫ്രാൻസിലുള്ളവരെ ഫ്രഞ്ചുകാരെന്ന് പറഞ്ഞു, അതുപോലെ ഇംഗ്ലണ്ടിലുള്ളവർ ഇംഗ്ലീഷുകാരെന്ന് പറയുന്നു. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ യന്ത്രവൽക്കരണത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. പിന്നെ വരുന്നത് 7ാം സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് എന്താണ് ശുഭപ്രതീക്ഷാ മുനമ്പെന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തീരത്ത് കാണുന്ന ഒരു പ്രദേശമാണ് ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്ന ശുഭപ്രതീക്ഷാ മുനമ്പ് എന്ന് പറയുന്നത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക് ആ ഒരു പാഠത്തിലും ഇത് ബേസിക് ആയിട്ടുള്ള എന്താണ് കറുത്ത പൊന്നെന്ന് അറിയപ്പെടുന്നത്, എന്താണ് കറുത്ത പൊന്നെന്താണ്, പോർച്ചുഗീസുകാരെ പറങ്കികൾ എന്ന് വിളിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ടെക്സ്റ്റുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്തൊരു ടെക്സ്റ്റിലേക്ക് പോകുന്നത് സ്പെക്ട്രം ബുക്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ആണെങ്കിൽ പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻസിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്കതിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ട് തോന്നിയ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് ശ്രീധര മേനോൻ്റെ ടെക്സ്റ്റാണ്. അപ്പോൾ വളരെ നല്ല കാര്യങ്ങളായിരുന്നു അതിൽ, വളരെ ഡീപ്പായിട്ട് കാര്യങ്ങളൊക്കെ വളരെ ഡീപ്പായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് നല്ലതാണെന്ന് തോന്നിയത് ഈ ശ്രീധര മേനോൻ്റെ ബുക്കാണ്. ശരി, അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കിട്ടുന്ന സോഴ്സുകളെല്ലാം എടുത്ത് വയ്ക്കുക ആദ്യം. അപ്പോൾ അതിൽ എന്തൊക്കെ പോയിൻറ്റ്സാണുള്ളത്, അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഏതൊക്കെയാണ് അതെല്ലാം എടുത്ത് നമ്മൾ എഴുതി വെച്ചിട്ട് ഇതിനെ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടേതായ ഒരു നോട്ട് തയ്യാറാക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രത്യേകം ഒരു ബുക്ക് എടുക്കുക. ബുക്ക് എടുത്തിട്ട് പേപ്പറിലൊന്നും എഴുതി വെക്കാതിരിക്കുക. ഒരു ബുക്ക് എടുക്കുക. ബുക്ക് എടുത്തിട്ട് നമ്മൾ ഈ എഴുതിയ പോയിൻറ്റ്സുകളെല്ലാം ഇത് ഓർഡറിൽ കറക്റ്റായിട്ട് ക്രോഡീകരിച്ച് നമ്മളൊരു നോട്ട് എഴുതി അത് നമ്മൾ വായിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഈ റാങ്ക് ഫയലും അവിടെ ഇവിടെയും പോയി പല സ്ഥലത്ത് പോയി വായിക്കാതെ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് ഒരു നോട്ടാക്കി നമ്മൾ എളുപ്പത്തിന് നമ്മൾ അങ്ങനെ തന്നെ വായിച്ച് ശീലിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യം അറിയണമെങ്കിൽ SCERT ടെക്സ്റ്റ് വായിക്കണം. അപ്പോൾ അത് പഠിച്ചിട്ട് ബാക്കിയുള്ളിലോട്ട് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. ഞാൻ ഈ പഠിച്ച കാര്യങ്ങളൊന്നും ഒരു വീഡിയോയിൽ ഞാൻ കണ്ടില്ല, ചിലപ്പോൾ ഉണ്ടായിരിക്കും, എനിക്ക് അറിയില്ല. ഓക്കെ, എന്നാലും നമുക്ക് അപ്പോൾ എന്തൊക്കെയാണ് എനിക്ക് കിട്ടിയ ഡീറ്റെയിൽസ്, ഞാൻ എന്തൊക്കെയാണ് അതിൽ നിന്ന് കളക്ട് ചെയ്തത് എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ശരി, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ. 6ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ യൂറോപ്യൻ രാജ്യങ്ങളായ ഗ്രീസും റോമുമൊക്കെ ഇന്ത്യയുമായിട്ട് വളരെയധികം കോണ്ടാക്ട് ഉണ്ടായിരുന്നു, വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ 7ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ പതനത്തിൻ്റെ ഫലമായിട്ട് അറബികൾ അവിടെ ആധിപത്യം സ്ഥാപിക്കുകയും യൂറോപ്പിന് ഏഷ്യ രാജ്യങ്ങളുമായിട്ട്, ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധം അതിനൊരു പ്രതിസന്ധി ആവുകയും ചെയ്യുന്നു. അപ്പോൾ യൂറോപ്യർക്ക് ഏഷ്യയുമായിട്ട് നേരിട്ട് കച്ചവട ബന്ധത്തിൽ നൽകുന്ന അതിൻ്റെ ഒരു 10 മടങ്ങോളം വില ഇടനിലക്കാരായി നിൽക്കുന്ന അറബികൾക്ക് കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ യൂറോപ്പിന് വളരെയധികം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു. നേരിട്ട് വ്യാപാരബന്ധം നടത്തുമ്പോൾ കിട്ടുന്ന തുകയുടെ കുറേ ഭാഗം ഈ ഇടനിലക്കാർക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ ഈ അറബികൾ നിൽക്കുന്നത് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അറബി ഭരണാധികാരികളുടെ സാമ്പത്തിക നേട്ടങ്ങൾ കൂടുന്നു. അതോടൊപ്പം തന്നെ യൂറോപ്പിന് ഭയങ്കര വെല്ലുവിളിയാവുന്നു. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയൊക്കെ കണക്കിലെടുത്ത് അവർക്ക് എങ്ങനെയും ഒരു ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഏഷ്യയിലേക്ക് ഒരു നേരിട്ടൊരു റൂട്ട് കണ്ടുപിടിക്കണം എന്നുള്ളൊരു ആ ഒരു ആവശ്യകത ഉയർന്നു വരുന്നു. ആ സമയത്ത് 1452
153 ആയപ്പോഴത്തേനും ഈ കോൺസ്റ്റാന്റിനോപ്പിളിനെ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് എന്താണ് ഒരു സീ റൂട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നു. തീർച്ചയായിട്ടും ഈ ലാൻഡ് റൂട്ടൊക്കെ അറബികളുടെ കൺട്രോളിലാണ്. അതുകൊണ്ട് അതിലെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ അതിലെ വ്യാപാര ബന്ധങ്ങൾ നടക്കണമെങ്കിൽ തന്നെയും ഈ ഇടനിലക്കാരായി ഇടയിൽ നിൽക്കുന്ന അറബികൾക്ക് പൈസ കൊടുത്തുകൊണ്ട് മാത്രമേ യൂറോപ്യൻ വിപണിയിലേക്ക് ഇന്ത്യയിൽ നിന്നും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വസ്തുക്കൾ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എങ്ങനെയും ഒരു സീ റൂട്ട് കണ്ടുപിടിക്കണമെന്നത് ഏറ്റവും വലിയ ആവശ്യകതയായിട്ട് യൂറോപ്പുകാർക്ക് വന്നു. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞപ്പോഴത്തേനും ഒരു 15-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേനും ഈ യൂറോപ്പിൽ ഈ കപ്പൽ നിർമ്മാണശാലയിലും നാവിഗേഷനിലും ഒക്കെ വളരെയധികം പുരോഗമനം ഉണ്ടാക്കി. അവിടെ ഭയങ്കര സാമ്പത്തിക വികസനവും അതുപോലെ ശാസ്ത്രീയമായിട്ടുള്ള കൃഷിരീതികൾ അതുപോലെ ഭയങ്കര അഭിവൃദ്ധിയും സമൃദ്ധിയും ഒക്കെ ഉണ്ടായി. അപ്പോൾ ഈ ഏഷ്യയിൽ നിന്നും കൂടുതലും പട്ടുകളും അതുപോലെ സ്പൈസസും ഒക്കെയാണ് ഇവിടെ നിന്നും ഏഷ്യയിൽ നിന്നും ഇവർ കൂടുതലായിട്ട് കൊണ്ടുവന്നത്. വില കൂടിയ സ്റ്റോൺസ് ഒക്കെയാണ് ഇവിടെ നിന്നും ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ 15-ാം നൂറ്റാണ്ടിൽ ഈ യൂറോപ്പിലെ വളരെയധികം സമൃദ്ധിയും അഭിവൃദ്ധിയൊക്കെ ഉണ്ടായ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് കൂടുതലും ഈ ഒരു വില കൂടിയ സ്റ്റോൺസും അതുപോലെ സ്പൈസസും ഇതിനൊക്കെ ആവശ്യം കൂടി വന്നു. മാംസത്തിൻ്റെ ഉപഭോഗം കൂടുകയും അതുപോലെ തന്നെ അത് ശേഖരിച്ച് വെക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് സ്പൈസസ് ഒക്കെ ആവശ്യമായിട്ട് വരികയൊക്കെ ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഏഷ്യയുമായിട്ടുള്ള ഒരു വ്യാപാര ബന്ധം എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഈ അറബികൾ നിൽക്കുന്ന കാരണം ഇവർക്ക് അറബികൾക്ക് ഒരുപാട് പണം കൊടുക്കേണ്ടി വന്നതിനാലും ഇവർക്ക് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുന്നുള്ളതിനാലും ഇവർക്ക് നേരിട്ടുള്ള വ്യാപാര ബന്ധമാണ് ഏറ്റവും ഉചിതമെന്ന് തോന്നിയത്. ഏഷ്യയുമായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി നേരിട്ടൊരു പാത ഇവർക്ക് ആവശ്യമായിരുന്നു. എന്നാൽ കര റൂട്ടുകളൊന്നും പറ്റില്ല. അവിടെയെല്ലാം അറബികളുടെ കൺട്രോളുള്ളത്. സീ റൂട്ട് വേണമെന്നുള്ളത് ഇവർക്കൊരു ആവശ്യമായിട്ട് തന്നെ മാറി കേട്ടോ. ഈ യൂറോപ്പിലുള്ളവർക്ക് ഈ സാഹസികതയൊക്കെ ഭയങ്കര ഒരു ആവശ്യമായിട്ടുള്ളവരായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കെ അവിടെ ഒരു രാജാവായിരുന്നു ഹെൻറി എന്ന് പറയുന്നത്, യൂറോപ്പിലെ രാജാവ്. അപ്പോൾ അദ്ദേഹത്തിനെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഏഷ്യയുമായിട്ടൊരു നേരിട്ടുള്ള വ്യാപാര ബന്ധത്തിന് ഒരു റൂട്ട് കണ്ടുപിടിക്കുകയും ഒപ്പം എന്താണ് ഇസ്ലാമിക അധിനിവേശത്തിന് എതിരെയും അതുപോലെ തങ്ങളുടെ മതമായ ക്രൈസ്തവ മതത്തിൻ്റെ ആ ഒരു ആരാധന രീതികളും ആ ഒരു രീതിയെല്ലാം പ്രചരിപ്പിക്കുകയും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. 1487 പോർച്ചുഗീസിലെ ഒരു നാവികനായ ബർത്തലോമിയ ഡയസ് എന്ന് പറയുന്ന ആള് ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനം ചുറ്റി കിഴക്കൻ തീരത്തേക്ക് കപ്പൽ കയറി. അദ്ദേഹത്തിന് അവസാനം ബോധ്യമാവുകയും ചെയ്യുന്നു ഇന്ത്യയിലേക്കുള്ള അല്ലെങ്കിൽ ഏഷ്യയിലേക്കുള്ള റൂട്ട് കണ്ടെത്തിയെന്നുള്ള ആ കാര്യം അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഈ ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയിലേക്ക് വരാനുള്ള ഒരു പ്രതീക്ഷ നൽകുന്നത് എന്നുള്ള ഒരു അർത്ഥം വെച്ചിട്ടാണ് ഈ ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന പേര് വരുന്നത്. അപ്പോൾ 7-ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഫ്രിക്ക ഉണ്ടല്ലോ, ആഫ്രിക്കയിലെ തെക്കുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്ത് കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ നമ്മുടെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അല്ലെങ്കിൽ ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശുഭപ്രതീക്ഷ മുനമ്പിനെ ചുറ്റിക്കൊണ്ട് മാത്രമേ നമുക്ക് എവിടെ എത്താൻ പറ്റുള്ളൂ, ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള വഴി കിട്ടുള്ളൂ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വന്നാലേ ഏഷ്യയുമായിട്ടുള്ള കച്ചവട ബന്ധങ്ങൾ നടക്കാൻ കഴിയുള്ളൂ. അങ്ങനെ 1497 യൂറോപ്പിലെ ലിസ്ബണിൽ നിന്നും കേട്ടോ 1497 ലിസ്ബൺ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മാനുവൽ ഫസ്റ്റ് രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യമായിട്ട് ഒരാൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണ്. കേരളത്തിലേക്ക് വരികയാണ് വാസ്കോ ഡ ഗാമ. 1497 ലിസ്ബണിൽ നിന്ന് തിരിക്കുന്നു. 1498 മെയ് 20 കോഴിക്കോട് കാപ്പാട് ചേമഞ്ചേരി പഞ്ചായത്തിലുള്ള പന്തലായനി ബീച്ചിലാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു, അൽവാരോ വെൻഹോവ്. അപ്പോൾ ഇദ്ദേഹം വന്ന കപ്പൽ സെന്റ് ഗബ്രിയേൽ എന്ന് പറഞ്ഞ കപ്പലാണ്. അപ്പം വാസ്കോഡ ഗാമ അതിനകത്തൊരു ജി ഉണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം വന്ന കപ്പൽ സെന്റ് ഗബ്രിയേൽ, അതിലും ഗബ്രിയേൽ ഒരു ജി ഉണ്ട്. അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഗാമ വന്ന കപ്പലാണ് ഗബ്രിയേൽ കേട്ടോ. ഇദ്ദേഹത്തെ അനുഗമിച്ച കപ്പലാണ് സെന്റ് റാഫേലും അതുപോലെ തന്നെ ബെറിയോ എന്ന് പറയുന്ന കപ്പലും. നേരെ കോഴിക്കോട് വരുന്നു, സാമൂതിരിയെ കാണുന്നു, സാമൂതിരിയുമായിട്ട് സംസാരിക്കുന്നു. പക്ഷേ സാമൂതിരി ഒന്നിനും വഴങ്ങുന്നില്ല. കച്ചവട ബന്ധമായിട്ട് സാമൂതിരിക്ക് താല്പര്യമില്ല. അങ്ങനെ ഇദ്ദേഹം തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, കണ്ണൂർ കോലത്തിരി രാജാവിൻ്റെ അടുത്ത് എത്തുകയും അദ്ദേഹമായിട്ട് സംസാരിച്ച് ഒരു ധാരണയിലൊക്കെ എത്തുകയും ചെയ്യാണ്. അങ്ങനെ അവിടെ വെച്ചൊരു കരാർ ഉണ്ടാക്കുകയും അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യും, ഇവിടെ തിരിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പോൾ 1498 തന്നെ അദ്ദേഹം ഇവിടെ തിരിച്ചു പോകുന്നു. അദ്ദേഹം എന്നിട്ട് 1499 അദ്ദേഹം ലിസ്ബണിൽ എത്തുന്നു. അപ്പോൾ ശരിക്കും അദ്ദേഹം ഇങ്ങോട്ട് വരാൻ ചിലവാക്കിയ ആ ഒരു തുകയുടെ ഒരു 60 മടങ്ങോളമാണ് അദ്ദേഹം ഇവിടെ നിന്നും കൊണ്ടുപോയ സാധനങ്ങൾ അവിടുത്തെ യൂറോപ്യൻ വിപണിയിൽ വിറ്റപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ലാഭം. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ പോർച്ചുഗീസിലെ മറ്റുള്ള വ്യാപാരികൾക്ക് ഇതൊരു ആവേശമായി. കാരണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ചിലവായ തുകയുടെ 60 മടങ്ങോളം അവിടെ നിന്ന് ലാഭമായിട്ട് കിട്ടണമെങ്കിൽ 60 മടങ്ങോളം തുക അദ്ദേഹത്തിന് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള വ്യാപാരികൾക്ക് ഇതൊരു ആവേശമായിരുന്നു, എങ്ങനെയും നേരിട്ടുള്ള കച്ചവട ബന്ധം നടത്തണം എന്നുള്ളത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യാപാര ബന്ധം തീർച്ചയായിട്ടും അടുത്തടുത്ത ആൾക്കാർ വരാനുള്ള കാരണമാകുന്നത്. അങ്ങനെ വാസ്കോ ഡ ഗാമ അവിടെ എത്തിയപ്പോൾ അടുത്തൊരാൾ വരികയാണ്. അടുത്തതായിട്ട് വരുന്ന അൽവാരിസ് കബ്രാളാണ്. 1500 അൽവാരിസ് കബ്രാൾ എന്ന് പറയുന്ന ആൾ വരികയാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഐറിസ് കൊറിയ. 1500 ആൾക്കാരും
33 കപ്പലുകളുമായിട്ടാണ് ഇവർ വരുന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേനും ശരിക്കും 5-6 കപ്പലുകളൊക്കെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഐറിസ് കൊറിയ വന്നിട്ട് കോഴിക്കോട് സാമൂതിരിയുമായിട്ട് സംസാരിക്കുന്നു, ധാരണയിലൊക്കെ ആവുന്നു, ഇവിടെ ഒരു വ്യാപാരശാല നിർമ്മിക്കാനുള്ള അനുമതിയൊക്കെ നൽകുന്നു. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, ഇവിടെ വ്യാപാരശാലയൊക്കെ നിർമ്മിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, അവർ ഈ അറബി കച്ചവടക്കാരുണ്ടല്ലോ, കോഴിക്കോട് ഉണ്ടായിരുന്ന അറബി കച്ചവടക്കാരെ അവർ ഉപദ്രവിക്കുകയും അവരുടെ കപ്പലുകളൊക്കെ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ അരിശം കൊണ്ട ആ നാട്ടിലെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ പോർച്ചുഗീസുകാരുടെ വ്യാപാരശാലയൊക്കെ അടിച്ച് തകർക്കുകയാണ്. കോഴിക്കോട് ഉണ്ടായിരുന്ന കുറച്ച് പോർച്ചുഗീസുകാരെയൊക്കെ അവർ കൊല്ലുകയാണ്. കബ്രാളിന് മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ കബ്രാൾ 1500 ഡിസംബർ 25 ആയപ്പോഴത്തേനും അവിടെ നിന്നും കൊച്ചിയിലേക്ക് പോവുകയാണ്. അപ്പോൾ കൊച്ചി രാജാവുമായിട്ടൊക്കെ സംസാരിച്ച് അവിടെ ഒരു വ്യാപാരശാല നിർമ്മിക്കാൻ വേണ്ടി കൊച്ചി രാജാവ് അനുവാദം കൊടുക്കുകയാണ്. അപ്പോൾ കൊച്ചി രാജാവിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധുത്വം അവർക്ക് കിട്ടുകയാണ്. കൊല്ലത്ത് നിന്നും കണ്ണൂരിൽ നിന്നൊക്കെയുള്ള ചരക്കുകൾ കൊണ്ടുപോകാനുള്ള അനുമതിയൊക്കെ അവിടുത്തെ രാജാക്കന്മാർ കൊടുക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് കബ്രാൾ എന്ത് ചെയ്യാണ്, കണ്ണൂർ ഇറങ്ങി കോലത്തിരി രാജാവുമായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കുകയാണ്. അപ്പോൾ വാസ്കോ ഡ ഗാമ വന്നതുപോലെ തന്നെ കബ്രാളുടെ വരവും വലിയൊരു വിജയമായിരുന്നു കേട്ടോ. അപ്പോൾ രാഷ്ട്രീയപരമായിട്ടും വാണിജ്യപരമായിട്ടുമൊക്കെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തുറമുഖം പ്രയോജനപ്പെടുത്തുന്ന രീതിയിലായിരുന്നു കബ്രാളിൻ്റെ മടക്കം എന്ന് പറയുന്നത്. അങ്ങനെ അവർ കൊച്ചിയിലെ രാജാവിൻ്റെ ബന്ധുത്വം, അതുപോലെ കണ്ണൂരും കൊല്ലത്തുള്ള രാജാക്കന്മാരുടെ പ്രീതിയൊക്കെ നേടിക്കൊണ്ടാണ് ഒരു തുറമുഖം പ്രയോജനപ്പെടുത്തുന്ന രീതിയും അതൊക്കെ നേടിക്കൊണ്ടാണ് കബ്രാൾ തിരികെ മടങ്ങുന്നത്. അപ്പോൾ കബ്രാൾ അവിടെ എത്തുന്നതിന് മുമ്പ് അടുത്ത ആൾ അവിടെ തിരിച്ചിരുന്നു. അതാണ് ജാവോ ഡാനോവ എന്ന് പറയുന്ന ആൾ കേട്ടോ. അദ്ദേഹം കോഴിക്കോട് ഇറങ്ങുന്നില്ല, അദ്ദേഹം കണ്ണൂരും കൊച്ചിയിലും മാത്രമാണ് പോകുന്നത്. അതിനുശേഷം വീണ്ടും വരികയാണ് നമ്മുടെ വാസ്കോ ഡ ഗാമ, രണ്ടാമത് വരികയാണ് 1502. അപ്പോൾ ഇപ്രാവശ്യം വാസ്കോ ഡ ഗാമ വരുന്നത് അഞ്ചി ദ്വീപിലാണ് അദ്ദേഹം കപ്പലടുപ്പിക്കുന്നത്. അദ്ദേഹം എന്നിട്ട് അവിടെ കാണുന്ന അറബികളെല്ലാം കൊല്ലുകയും അവരുടെ കപ്പലുകളൊക്കെ പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം നേരെ സാമുദ്രിയുടെ അടുത്ത് വരികയാണ്. സാമുദ്രിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നു, നിങ്ങൾ ഈ അറബികളെയൊക്കെ ഇവിടുന്ന് പറഞ്ഞു വിടണം. പക്ഷേ സാമുദ്രി എന്ത് ചെയ്യുക, ഇതൊക്കെ നിരസിക്കുകയാണ്. അപ്പോൾ അതിൽ അരിശം പൂണ്ട വാസ്കോ ഡ ഗാമ എന്ത് ചെയ്യണം, നേരെ കൊച്ചിയിൽ പോവുകയാണ്. കൊച്ചിയിൽ പോയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ നമ്മുടെ കൊച്ചി രാജാവിന് ഒരു പൊന്നിൻ കിരീടമൊക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തെ അങ്ങ് വശത്താക്കുന്നു. കൊച്ചി രാജാവ് എന്ത് ചെയ്യാണ്, അവർക്ക് കൊച്ചിയിൽ എവിടെയും വ്യാപാരശാല നിർമ്മിക്കാനുള്ള അനുവാദം കൊടുക്കുകയാണ്. അങ്ങനെ ഇവർ തമ്മിൽ വാസ്കോ ഡ ഗാമയും ഈ കൊച്ചി രാജാവും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. അതായത് പോർച്ചുഗീസ് കപ്പിത്താനും കൊച്ചിയിലെ രാജാവും തീരുമാനിക്കുന്ന വിലയ്ക്ക് കുരുമുളകും മറ്റ് സ്പൈസസ് എല്ലാം ഇവർക്ക് പോർച്ചുഗീസുകാർക്ക് നൽകണമെന്നുള്ള ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. അങ്ങനെ കൊച്ചിയിൽ എവിടെ വേണമെങ്കിലും വ്യാപാരശാലകൾ നിർമ്മിക്കാനുള്ള അനുമതിയും വാസ്കോ ഡ ഗാമ നേടിയെടുക്കുകയാണ്. കൊച്ചി രാജാവും പോർച്ചുഗീസുകാരും തമ്മിലുള്ള ഈ ഒരു ബന്ധം ശരിക്കും സാമൂതിരിയെ ഭയങ്കരമായിട്ടും അസ്വസ്ഥനാക്കുകയാണ്. അങ്ങനെ ഈ സാമൂതിരി കൊച്ചി രാജാവിനോട് പറയുകയാണ് ഇവരുമായിട്ടുള്ള ബന്ധം വേണ്ടെന്നൊക്കെ. പക്ഷേ സമ്മതിക്കാതെ വരികയും അങ്ങനെ കോഴിക്കോടും കൊച്ചിയുമായിട്ട് ഭയങ്കരമായിട്ടും യുദ്ധം ഉണ്ടാകുന്നു. അങ്ങനെ ആ ഒരു യുദ്ധത്തിൽ കൊച്ചിയിലെ 3 രാജാക്കന്മാരോളം മരിക്കുകയാണ്. ആ സമയത്ത് കൊച്ചി രാജാവ് ഇളങ്ങുന്നപ്പുഴ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ഒളിച്ചിരിക്കുന്നു. അപ്പോൾ വാസ്കോ ഡ ഗാമ പോയി അടുത്ത ആൾ വരികയാണ്. 1503 അൽബുക്കർക്ക് വരികയാണ്. കൊച്ചി രാജാവിനെ തിരിച്ച് കൊച്ചിയിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഈ കൊച്ചി രാജാവ് ഇവർക്ക് ഇവിടെ ഒരു കോട്ട കെട്ടുവാൻ വേണ്ടിയിട്ട്, അതായത് എന്തെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് ഒരു കോട്ട നിർമ്മിക്കാനുള്ള അനുവാദം കൊച്ചി രാജാവ് ഈ പോർച്ചുഗീസുകാർക്ക് നൽകുകയാണ്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് 1503 സെപ്റ്റംബർ 27 പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ കോട്ടയായ മാനുവൽ കോട്ട, കൊച്ചി കോട്ട, വൈപ്പിൻ കോട്ട എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ മാനുവൽ കോട്ട ആദ്യമായിട്ട് ഇവർ കൊച്ചിയിൽ നിർമ്മിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം 1504 ഇവർ കൊടുങ്ങല്ലൂരും പിടിച്ചെടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും കൊല്ലത്തും കൊച്ചിയിലും കണ്ണൂരിലും കൊടുങ്ങല്ലൂരും ഒക്കെ നല്ല വ്യാപാര ബന്ധം ഉണ്ടാകുന്നു. പക്ഷേ കോഴിക്കോട് മാത്രം ഇവർ സാമുദ്രിയുമായിട്ട് ഒത്തുപോകുന്നില്ല. ശേഷം 1505 മുതൽ 1509 വരെ പോർച്ചുഗീസിലെ ആദ്യത്തെ വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡ വരികയാണ്. അപ്പോൾ അൽമേഡയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുന്ന ഒരു നയമാണ്. അപ്പോൾ ആ ഒരു നയം, ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുന്ന നയം കൊണ്ടുവന്നത് ഈ അൽമേഡയാണ്. അതുകൂടാതെ ഇദ്ദേഹം കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട പണിഞ്ഞു. അതുപോലെ തന്നെ ഇത് കണ്ണൂരിലും മലാക്കയിലുമൊക്കെയുള്ള കോട്ടകൾ ഇദ്ദേഹം ബലപ്പെടുത്തുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സാമുദ്രിക്ക് ഭയങ്കരമായിട്ട് അരിശം കൊള്ളുകയാണ്. അപ്പോൾ ഈ സാമുദ്രി എന്ത് ചെയ്യുന്ന തുർക്കികളുടെ അറബികളുടെ സഹായം തേടുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു തക്കം നോക്കി ഈ നമ്മുടെ സാമുദ്രി എന്ത് ചെയ്യുന്നു, ഈ കൊച്ചി രാജാവിനോട് ഇവരുടെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതായത് ഇവരുടെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് ഇവിടെ വ്യാപാരം മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ കോളനിയാക്കി മാറ്റിയും അതോടൊപ്പം അവരുടെ അധീനതയിലാക്കാനുമാണ് അവർ ശ്രമിക്കുന്നതിനുള്ള ആ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കൊച്ചി രാജാവിനെ അറിയിക്കുകയാണ്. അങ്ങനെ കൊച്ചി രാജാവും കോഴിക്കോട് സാമുദ്രിയും തമ്മിൽ സംയുക്തമായിട്ട് ഒരു സമരത്തിന് തയ്യാറാവുകയാണ്. അപ്പോഴത്തേനും അൽബുക്കർക്ക് വരുന്നു. അൽബുക്കർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർച്ചുഗീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അൽബുക്കർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം രണ്ടാമത്തെ വൈസ്രോയി ആയിട്ടാണ് വരുന്നത്. അദ്ദേഹം വളരെ ശക്തനായ വൈസ്രോയി ആയിരുന്നു. പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ ഒരു സ്ഥാപകൻ തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സതി നിരോധനം അദ്ദേഹമാണ് കൊണ്ടുവന്നത്, നാണയ സമ്പ്രദായം കൊണ്ടുവന്നു, മിശ്ര കോളനി കൊണ്ടുവന്നു, അതുപോലെ സങ്കരവാസ സങ്കേതങ്ങൾ എന്ന് പറയുന്ന സംഭവം അദ്ദേഹം കൊണ്ടുവന്നു. അത് വനിതകളെ, ഇന്ത്യയിലുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കുവാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാരോട്
പോർച്ചുഗീസുകാരോട് ആവശ്യപ്പെടുന്നു. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാവരെയും പോർച്ചുഗീസിനെ അടിമപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് കൂടുതൽ ആളുകളും അവരുടെ സൈഡിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഒരു രാജ്യം എന്ന് പറയുന്നത് അവർക്ക് കീഴടക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു ബുദ്ധിയൊക്കെയാണ് അവർ ഉപയോഗിച്ചത്. പക്ഷേ അതൊന്നും ഫലമുണ്ടായില്ല. അതൊക്കെ പോർച്ചുഗീസുകാരുടെ പതനത്തിനാണ് ശരിക്കും കാരണമായത്. അദ്ദേഹമാണ് ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവയൊക്കെ പിടിച്ചെടുത്തത്. കോഴിക്കോടിനെ ഇദ്ദേഹം ആക്രമിച്ചു. അപ്പോൾ ഈ കൊച്ചി രാജാവും കോഴിക്കോട് രാജാവും തമ്മിൽ ഒരുമിച്ച് നിന്നപ്പോൾ ഈ ആൽബുക്കർക്ക് എന്ത് ചെയ്തു, ഈ കോഴിക്കോട് സാമൂതിരിയുടെ കൊട്ടാരമൊക്കെ നശിപ്പിക്കുന്നു. മാർഷൽ കുട്ടിൻഹോ എന്ന് പറയുന്ന അയാളുടെ നേതൃത്വത്തിലാണ് ഈ ആൽബുക്കർക്ക് എന്ത് ചെയ്യുന്നത്, കോഴിക്കോട് നഗരത്തെ ആക്രമിക്കുന്നത്. അപ്പോൾ പതുക്കെ ആൽബുക്കർക്കിന് മനസ്സിലാവുന്നു നമുക്ക് ഈ സാമൂതിരിയുമായിട്ടുള്ള ആ ഒരു യുദ്ധം ശരിയാവില്ല, അങ്ങനെ നമുക്ക് കീഴടങ്ങാനും കഴിയില്ല. 1513 ഒരു കണ്ണൂർ സന്ധി ഉണ്ടാക്കിയാണ് പോർച്ചുഗീസുകാരും, അതായത് പോർച്ചുഗീസിലെ ആൽബുക്കർക്കും അതുപോലെ സാമൂതിരിയും ചേർന്നിട്ട്. അപ്പോൾ അതിലവർ വെച്ച നിബന്ധനകൾ എന്ന് പറയുന്നത് കൊച്ചിയിലെ നിരക്കിൽ കുരുമുളക് നൽകണമെന്നും അവർക്ക് ഇഷ്ടമുള്ളിടത്ത് കോട്ട കെട്ടാൻ അനുവാദം നൽകണമെന്നും അവർക്ക് ഇഷ്ടമുള്ളിടത്തെല്ലാം വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ നടത്താനുള്ള വ്യാപാരശാലകൾ നിർമ്മിക്കാനുള്ള അനുവാദം നൽകണമെന്നും അതിന് പകരമായിട്ട് മറ്റു രാജ്യങ്ങളിലുള്ള യുദ്ധങ്ങളിൽ കോഴിക്കോട് സാമൂതിരിയെ സഹായിക്കാമെന്നും പോർച്ചുഗീസുകാർ പറയുന്നു. അപ്പോൾ സാമൂതിരി പറയാണ് അവർക്ക് കിട്ടുന്ന ചുങ്കത്തിൻ്റെ ഒരു വിഹിതം പോർച്ചുഗീസുകാർക്ക് നൽകാമെന്നും. ഈ ഒരു സാഹചര്യത്തിൽ കൊച്ചി രാജാവിൻ്റെയും കണ്ണൂർ രാജാവിൻ്റെയും അപ്രീതികളൊന്നും ഈ ആൽബുക്കർക്ക് കാര്യമാക്കിയില്ല. അങ്ങനെ ആൽബുക്കർക്ക് ഒരുപാട് പരിഷ്കാരങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ കൊണ്ടുവരികയാണ്. അദ്ദേഹം നീതി പരിപാലനം വളരെയധികം കർശനമാക്കുന്നു. ഭാരതീയ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പോർച്ചുഗീസുകാരോട് ആവശ്യപ്പെടുന്നു. മിശ്ര കോളനികൾ കൊണ്ടുവരാൻ പറയുന്നു. സങ്കരവാസ സങ്കേതങ്ങൾ കൊണ്ടുവരാൻ പറയുന്നു. സതി നിരോധിക്കുന്നു. നാണയ സമ്പ്രദായങ്ങൾ കൊണ്ടുവരുന്നു. മിശ്ര കോളനി, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവരികയാണ്. പോർച്ചുഗീസുകളുടെ സ്വകാര്യ വാണിജ്യങ്ങളെയൊക്കെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കാതെ അദ്ദേഹം അതൊക്കെ ഉന്മൂലനം ചെയ്യുന്നു. അപ്പം ഇതിനുശേഷം ആൽബുക്കർക്ക് അതിനുശേഷം 1515 ആകുമ്പോൾ ആൽബുക്കർക്ക് മരിക്കുകയാണ്. അതിനുശേഷം വരുന്ന ആളാണ് 1515 മുതൽ 12 വരെ ലോപ്പോസ് വർഷം. അപ്പോൾ അദ്ദേഹം കൊല്ലത്തുള്ള രാജ്ഞിയുമായിട്ട് ഒരു കരാറുണ്ടാക്കിയാണ്. കൊല്ലത്ത് ഉള്ള കുരുമുളകൊക്കെ കൊച്ചിയിലെ നിരക്കിൽ കിട്ടണമെന്നുള്ള രീതിയിൽ ഒരു കരാറൊക്കെ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പോകുന്നു. അതിനായിട്ട് 1518 മുതൽ 22 വരെ അടുത്ത ആൾ വരെയാണ് ഡി സെക്യൂറ എന്ന് പറയുന്ന ആൾ. അപ്പോൾ അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സമയത്ത് ഈ കൊച്ചിയും കോഴിക്കോടും തമ്മിൽ യുദ്ധം ഉണ്ടാവുക. കോട്ടയുടെ മനസ്സ് വരുന്നുണ്ട് 1522 മുതൽ 24 വരെ. അപ്പോൾ ഈ ഒരു സമയത്ത് പോർച്ചുഗീസുകാരും അതുപോലെ തന്നെ സാമൂതിരിയുടെ മുസ്ലിം പ്രജകളും തമ്മിൽ ഭയങ്കരമായിട്ട് യുദ്ധം നടക്കുന്നു. 1524 വാസ്കോഡഗാമ വൈസ്രോയായിട്ട് വീണ്ടും വരുന്നു. ഇപ്പോൾ ഈ ഒരു വരവിലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. വാസ്കോഡഗാമ ഈ ഒരു വരവിൽ ഡിസൂസയുടെ നേതൃത്വത്തിൽ കുട്ടി ആലിയെ തടവിലാക്കും. അപ്പോൾ കുട്ടി ആലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സാമൂതിരിയുടെ നാവികസേനയിൽ അംഗങ്ങളാണ് ഈ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്കറിയാം 4 പേരാണ് കുഞ്ഞാലി മരക്കാരായിട്ട്. കുഞ്ഞാലിമാർ 4 പേരാണുള്ളത്. അതിൽ ഒന്നാമത്തെ ആളാണ് കുട്ടി അഹമ്മദ് അലി, 4ാമത്തെ ആളാണ് കുട്ടി മുഹമ്മദ് അലി. 1ാമത്തെ ആൾ ആര് തുടങ്ങുന്നതാണ് കേട്ടോ, അഹമ്മദ് അലി. ലാസ്റ്റത്തെ ആൾ മുഹമ്മദ് അലിയാണ് കേട്ടോ. അപ്പോൾ 2ാമത്തെ ആളെന്ന് പറയുന്നത് പോക്കർ അലി. 3ാമത്തെ ആളെന്ന് പറഞ്ഞാൽ പട്ടുമരക്കാർ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ 4 പേരുണ്ട്. ഇതിൽ ഏറ്റവും ശക്തനായിരുന്നു ഈ 4ാമത്തെ കുഞ്ഞാലി എന്ന് പറയുന്നത് കേട്ടോ. കുട്ടി ആലിയെ തടവിലാക്കുന്നു. 1524 മുതൽ 1526 വരെ ഹെൻറി ഡി മെനസ് വരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് ഈ കണ്ണൂരിലെ ഒരു വലിയൊരു കപ്പിത്താനായിരുന്നു ഈ വലിയ ഹസൻ. അദ്ദേഹത്തെയാണ് അദ്ദേഹം ആദ്യം വധിച്ചത്. 1529 ഗവർണറായിട്ട് വരുന്നത് നുനോ ഡാ കുൻഹയാണ്. വാസ്കോഡഗാമ വൈസ്രോയായിട്ട് വന്നെന്ന് പറഞ്ഞല്ലോ 1524. അതിനുശേഷം വന്ന ഈ ലോപ്പോസോർസും അതുപോലെ മറ്റുള്ള ഡി സെക്യൂർ അങ്ങനെയൊക്കെയുള്ളവർ വന്നെങ്കിലും നുനോ ഡാ കുൻഹയെ നിയമിച്ചതിന് ശേഷമാണ് വീണ്ടും പോർച്ചുഗീസ് സാമ്രാജ്യത്തെ വീണ്ടും അദ്ദേഹമാണ് പുനഃസ്ഥാപിച്ചെടുക്കുന്നത്. അദ്ദേഹം വന്നിട്ട് 1531 ചാലിയത്ത് ഒരു കോട്ട കെട്ടുകയാണ്. അപ്പോൾ ഈ ഒരു കോട്ടയുള്ളത് കാരണം കോഴിക്കോടിനെ ഈസിയായിട്ട് അവർക്ക് ആക്രമിക്കാൻ കഴിയുമായിരുന്നു. കുഞ്ഞാലി മൂന്നാമൻ ഈ ഒരു കോട്ട 1531 പിടിച്ചെടുക്കുകയാണ്. ഇത് പോർച്ചുഗീസിന്റെ പതനത്തിന്റെ ഒരു ആരംഭമായിരുന്നു കേട്ടോ. പോർച്ചുഗീസിൽ വന്ന് സാമൂതിരിയോട് പറയാണ് ഞങ്ങൾക്ക് ഒരു കോട്ട കെട്ടാൻ അനുവാദം തരണം. ഈ സാമൂതിരി എന്താ ചെയ്തത്, വീണ്ടും ഇവർക്ക് ഒരു അനുവാദം കൊടുക്കുകയാണ് കോട്ട കെട്ടാൻ. അപ്പോൾ സാമൂതിരിയുടെ സേനാനായകനായിട്ട് അല്ലെങ്കിൽ സാമൂതിരിയുടെ സൈന്യത്തിലെ ആള് ഈ കുഞ്ഞാലി 4ാമനായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞാലി 4ാമൻ എന്താ ചെയ്തത്, ഈ ഒരു സാമൂതിരി ചെയ്ത ഈ ഒരു കാര്യത്തെ എന്ത് ചെയ്തു, ഈ കുഞ്ഞാലി 4ാമൻ ധിക്കരിച്ചു. അപ്പോൾ സാമൂതിരിക്ക് പിടിച്ചില്ല. അപ്പോൾ സാമൂതിരി എന്ത് ചെയ്തു, സാമൂതിരി പോർച്ചുഗീസുകാരുടെ സഹായത്തോടു കൂടി ഈ കുഞ്ഞാലി 4ാമനെ വധിക്കുന്നതിനുള്ള കാര്യങ്ങൾ തയ്യാറാക്കി. 1598 കുഞ്ഞാലി 4ാമനെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പോർച്ചുഗീസുകാരുടെ സഹായം ഈ സാമൂതിരി തേടി. അങ്ങനെ 1600 ആന്ത്രോ ഫുർട്ടാഡേവിന്റെ നേതൃത്വത്തിൽ ഈ കുഞ്ഞാലി 4ാമനെ വധിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരുപാട് വ്യാപാരികളുണ്ടായിരുന്നു. അതായത് ചൈനീസുകാരായാലും അറബികളായാലും അങ്ങനെ ഒരുപാടധികം വിദേശ വ്യാപാരികൾ കച്ചവട ബന്ധം നടത്തിയിരുന്നു. പക്ഷെ അവരുടെയൊക്കെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ശരിക്കും ലാഭം മാത്രമായിരുന്നു. ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ചരക്കിലൂടെ അവരുടെ വിപണിയിൽ വിറ്റ് അവിടെ ലാഭമുണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ അതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് പോർച്ചുഗീസ് സഞ്ചാരികൾ ഇവിടെ എത്തിയത്. അപ്പോൾ പോർച്ചുഗീസ് വ്യാപാര ബന്ധമെന്ന് പറഞ്ഞാൽ ശരിക്കും അവർ നോക്കിയത് ലാഭം മാത്രമല്ല, അവർ കച്ചവടം നടത്തുന്ന ആ ഒരു സ്ഥലങ്ങളിൽ വന്നിട്ട് അവർ ആ സ്ഥലത്തെ അവരുടെ അധീനതയിലാക്കാനാണ് അവർ ശ്രമിച്ചത്. അപ്പോൾ ഇതായിരുന്നു പോർച്ചുഗീസുകാരുടെ മെയിൻ ലക്ഷ്യം. കൂടാതെ അവർ കൂടുതലായിട്ട്
പ്രധാനമായിട്ടും അവരുടെ മതങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാരെ അവരുടെ മതങ്ങളിൽ ചേർത്ത് ആ സ്ഥലങ്ങളെല്ലാം ഇവരുടെ അധീനതയിലാക്കാനുമൊക്കെയുള്ള വലിയൊരു ശ്രമമാണ് പോർച്ചുഗീസുകാർ നടത്തിയത്. കൂടാതെ അവർ കൂടുതലും അക്രമകരമായിട്ടുള്ള രീതികളൊക്കെയാണ് തുടർന്നത്. അറബി വ്യാപാരത്തിന് വേണ്ടി വന്ന മറ്റുള്ള വിദേശികളെ, പ്രധാനമായിട്ടും അറബികളെ നശിപ്പിക്കുക, ഇസ്ലാമിക രീതികളെയൊക്കെ എതിർക്കുക. പോർച്ചുഗീസുകാരുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, സംഭാവന എന്ന് പറയുന്നത് ഈ കയർ കയറ്റുമതിയിലൊക്കെ വളരെയധികം കൂടുതൽ മുന്നോട്ട് വന്നത് ഈ പോർച്ചുഗീസുകാരുടെ ഒരു സമയത്താണ്. അതുപോലെ അവർ ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതികളും തെങ്ങ് കൃഷിയുടെ രീതികളൊക്കെ അവരാണ് കൊണ്ടുവന്നത്. കൂടാതെ അവർ കൊണ്ടുവന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ പപ്പയ പുകമറ എന്ന് പറയുന്നത്, അതായത് പൈനാപ്പിൾ, പപ്പായ, പേരയ്ക്ക, പുകയില, വറ്റൽമുളക് കൊണ്ടുവന്നത് അവർ തന്നെയാണ്, പോർച്ചുഗീസുകാരാണ്. അതുപോലെ തന്നെ ഈ ഭക്തി പ്രസ്ഥാനത്തിന് കൂടുതൽ പ്രാധാന്യം വന്നത് ഈ പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തിലാണ്. നമ്മുടെ എഴുത്തച്ഛനും പൂന്താനവും മേൽപ്പത്തൂരും ഒക്കെ പ്രാധാന്യം അർഹിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു കാലഘട്ടമായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രം വളരെയധികം പ്രസിദ്ധമാകുന്നതും ഈ ഒരു പോർച്ചുഗീസുകാർ വന്ന ആ ഒരു കാലഘട്ടത്തിൽ. കൂടാതെ ഇന്ത്യയിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചിട്ട് ഗാഷ്യ ഡ ഓർത്ത എന്നുള്ള ആ ഒരു പുസ്തകം രചിക്കുന്നതൊക്കെ ഇവരുടെ കാലഘട്ടത്തിലാണ്. ഇതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട 3 പുസ്തകങ്ങളാണ്. ഒന്നാമത്തേത് കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ ചരിത്രകൃതിയായിട്ടുള്ള തുഹ്വത്തുൽ മുജാഹിദീൻ, ഷെയ്ഖ് സൈനുദ്ദീൻ്റെ. ഇത് 16-ാം നൂറ്റാണ്ടിലാണ് രചിക്കപ്പെട്ടത്. അറബി ഭാഷയിലായിരുന്നു തുഹ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ആ ഒരു കൃതി ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ചത് 16-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ചരിത്രകൃതിയായിട്ട് കണക്കാക്കുന്നത് ഇതിനെയാണ്. ഫത്തുൽ മുബീൻ എന്ന് പറയുന്ന വ്യക്തമായ വിജയം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇത് രചിച്ചത് ഖാസി മുഹമ്മദാണ്. അപ്പോൾ ഇത് ചാലിയം കോട്ടയുടെ വിജയത്തിൻ്റെ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പുസ്തകം രചിച്ചിരിക്കുന്നത്. അടുത്തൊരു പുസ്തകമാണ് ഫാതുൽ മുജാഹിദീൻ. അപ്പം സൈനുലാബ്ദ്യനാണ് ഈ ഒരു പുസ്തകം എഴുതിയത്. അപ്പം ഫത്തുൽ മുബീൻ, ഖാസി മുഹമ്മദ്, തുഹ്വത്തുൽ മുജാഹിദീൻ, ഷെയ്ഖ് സൈനുദ്ദീൻ. അവ ഇത് 3 പ്രധാനപ്പെട്ടുള്ള കൃതികൾ. പിന്നെ കയർ കയറ്റുമതിൻ്റെ കാര്യം പറഞ്ഞു. ഭക്തി പ്രസ്ഥാനത്തിന് പ്രധാനമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ എഴുത്തച്ഛനും മേൽപ്പത്തൂരും പൂന്താനവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഈ പോർച്ചുഗീസുകാരുടെ കാലഘട്ടമാണ്. കയർ കയറ്റുമതിയിൽ വളരെയധികം പ്രയോജനമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. അതുപോലെ ഒരു ശാസ്ത്രീയമായ കൃഷി രീതികളും തെങ്ങ് കൃഷിയും അതിൻ്റെ രീതികളൊക്കെ കൊണ്ടുവന്ന ഇവരെയാണ്. അതുപോലെ പൈനാപ്പിളും, പപ്പായും, പേരയ്ക്കയും, പുകയിലയും, വറ്റൽമുളകും, റബ്ബറും ഒക്കെ കൊണ്ടുവന്നത് ഇവർ തന്നെയാണ്. അതുപോലെ അച്ചടി കൂടുതൽ പ്രചാരമായത് ഇവരുടെ കാലത്ത്. ഇവരാണ് അച്ചടി കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ കോട്ട, പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ നിർമ്മിതിയായ, അല്ലെങ്കിൽ യൂറോപ്പിയുടെ ആദ്യത്തെ നിർമ്മിതിയായ നമ്മുടെ മാനുവൽ കോട്ട 1503 കൊണ്ടുവരുന്നതും പോർച്ചുഗീസുകാർ തന്നെയാണ്. തന്നെ ഗോതിക് ശൈലി എന്ന് പറയുന്ന ആ ഒരു വാസ്തു ശൈലി കൊണ്ടുവരുന്നതും ഈ യൂറോപ്യരായ ഈ പോർച്ചുഗീസുകാരാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പോർച്ചുഗീസുകാരെ കുറിച്ച് പറഞ്ഞത്. പോർച്ചുഗീസുകാരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയെ കീഴടക്കുക, അല്ലെങ്കിൽ അവരുടെ മേധാവിത്വം ഇന്ത്യ അവരുടെ കീഴിലാക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യമായിരുന്നു ഇവരുടെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലെല്ലാം പോയിന്റ്സുകൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു നോട്ടാക്കി, മറ്റൊരു ഇതിലുള്ള പോയിന്റ്സുകളെല്ലാം ചേർത്ത് വെച്ച് ഒരു നോട്ടാക്കി ഇതിനെ നിരന്തരം വായിക്കുക എന്നുള്ളതാണ്. ശരിക്കും നമ്മളിത് കാണാതെ പഠിക്കുകയല്ല, എങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നടന്നതെന്ന് മനസ്സിലാക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളൊരു കഥ പോലെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.